അങ്ങനെ എല്ലാ സമയക്രമങ്ങളും മാറുകയാണ്. ആ മാറ്റം അത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഈ കേരളം വിചാരിച്ചതുമാണ്, അത് പ്രതീക്ഷിച്ചതുമാണ്. കാരണം അത്രമേൽ ഓരോ മനുഷ്യനെയും സ്വാധീനിച്ച മറ്റൊരു നേതാവ് ഉണ്ടാവുകയില്ല. നമ്മൾ ഇന്നലെ മുതൽ അല്ലെങ്കിൽ മിനിങ്ങാന്ന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച് ആ മൃതദേഹം പുറത്തിറക്കിയ ആ നിമിഷം മുതൽ തന്നെ ഓരോരുത്തരോടും ഓരോ സാധാരണക്കാരോടും പ്രതികരണം ചോദിക്കുമ്പോൾ ഇവരെല്ലാം പറഞ്ഞത് ഇങ്ങനെ ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ, ഞങ്ങളുടെ നെഞ്ചിലെ ഈ റോസാപ്പൂവ് ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടോ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളില്ലാത്തത് കൊണ്ടോ ഇടതുപക്ഷം ഇവിടെ ഇല്ലാത്തത് കൊണ്ടോ അല്ല, VS-നെ പോലൊരു നേതാവ് ഇനി ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ്. VS എന്ന് പറഞ്ഞാൽ ആ രണ്ടക്ഷരം അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ജനനായകനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി സമരം അനുഭവിച്ച, ജനങ്ങൾക്ക് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ, പുന്നപ്ര വയലാർ സമര കാലത്തൊക്കെ അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങൾ ഈ കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു മനുഷ്യന്, മറ്റേതെങ്കിലും ഒരു സമര നായകൻ ഏറ്റുവാങ്ങാൻ കഴിയുന്നതാണോ? അപ്പോൾ അത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, നമ്മുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഇവിടുത്തെ മുതലാളിത്ത ഭരണത്തിനും മുതലാളിത്ത ഭരണകൂടത്തിനും എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ, CPM-ൻ്റെ സ്ഥാപക നേതാവിനെ, ഇന്ത്യയും കേരളവും ഉണ്ടായതിന് സാക്ഷ്യം വഹിച്ചൊരു നേതാവിനെ ഇനി ഒരിക്കലും കേരള ജനതയ്ക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും നല്ലൊരു യാത്രയയപ്പ് ആ മഹാനായ ആ സമര പോരാളിക്ക് ഈ ജനം നൽകുന്നത്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിരിക്കുകയാണ് വിലാപയാത്ര. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാലക്കാട്ട് ലോക ഭീകരൻ കൊക്കക്കോള, ലോക ഭീകരൻ കൊക്കക്കോള, മലയാളത്തിൽ കുടിവെള്ളോ, മലയാളത്തിൽ കുടിവെള്ളോ ഊറ്റിയെടുക്കാൻ വന്നപ്പോൾ, ഊറ്റിയെടുക്കാൻ വന്നപ്പോൾ സമരചരിത്രത്തിൻ്റെ പച്ചരക്തം ചൂടോടെ കാവിയേറിയ ഒരു ഭൂമിയാണ് കൊല്ലം. ഈ മണ്ണിൽ നിന്നും എത്ര തൊഴിലാളി നാദങ്ങൾ ഉയർന്നു എന്നത് നമുക്ക് ഇനിയും തിട്ടമില്ലാത്ത ഒന്നാണ്. ആ നാദങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിച്ച ഒരേ ഒരു പേര് VS അച്യുതാനന്ദനായിരുന്നു. ആ രണ്ടക്ഷരമാണ് ഇപ്പോൾ നിശ്ചലനായി ആ ഭൂമിയിലൂടെ, ഈ ജനസഞ്ചയത്തിനിടയിലൂടെ അവരുടെയൊക്കെയും സങ്കടങ്ങൾ കണ്ട് അവരുടെയൊക്കെയും മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ മടങ്ങുന്നത്. ചവറയുടെ ഖനനത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴും പുനലൂരിൻ്റെ കാട്ടുതോട്ടങ്ങളിൽ ഭൂരഹിതർ അടിയറവിൽ നിൽക്കുമ്പോഴും ഒരു നേതാവായല്ല, അവരിൽ ഒരാളായാണ് VS അവർക്ക് വേണ്ടി പോരാടിയത്. അവർക്ക് വേണ്ടി കൈ മാറ്റിയല്ല, കൈ കൊടുത്തത്. തൊഴിലാളികൾക്ക് വേതനം വേണം, ഭൂരഹിതർക്ക് ഭൂമി വേണം, പെൻഷൻ വേണം, അവകാശം വേണം. അതാണ് ജനാധിപത്യത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്. അതായിരുന്നു VS-ൻ്റെ മുദ്രാവാക്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലം ജനത VS-ന് ഇത്രമേൽ വലിയൊരു യാത്ര. ഇപ്പോൾ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തുമാത്രം ജനക്കൂട്ടമാണ് ഈ വെളുപ്പാങ്കാലത്ത് ഇന്നലെ രാത്രി മുതൽ പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കാണാനായി അവിടെ കാത്തുനിന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ, ഹൃദയാഭിവാദ്യങ്ങൾ ഏകുന്നത്. ആ റോഡ് മറഞ്ഞ്, ആ റോഡിനെ മറച്ച് ഒരു റോഡ് നിറയെ ഒരു ജനസഞ്ചയം, ഒരാൾക്കൂട്ടമാണ്. ഒരു 100 ആയിരങ്ങളല്ല അദ്ദേഹത്തെ കാണാനായി ഇങ്ങനെ നിൽക്കുന്നത്. ഈ കാഴ്ച ഒരു നിമിഷമെങ്കിലും കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ നിൽക്കുന്ന ഓരോ മനുഷ്യരും ഒരു വട്ടമെങ്കിലും അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ മതി, ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ആ നിൽക്കുന്ന ഓരോ മനുഷ്യനും. സമരമെന്നത് പ്ലക്കാർഡും ബാനറും മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ചൂട് പിടിച്ച ചോദ്യമാണെന്ന് കൊല്ലത്ത് തെളിയിച്ച വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. കൊല്ലത്ത് അദ്ദേഹം നടത്തിയ എത്രയോ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളൊക്കെയും ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല സഖാവേ. ആ പോരാട്ടങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ജീവനും ജീവിതവുമായത് സഖാവേ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട്, കണ്ണേ കരളെ VS എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനക്കൂട്ടം, ആ ജനസഞ്ചയം അതാ പ്രിയപ്പെട്ട VS-ന് യാത്ര നൽകുകയാണ്. കരുനാഗപ്പള്ളിയിലാണ് ഇപ്പോൾ വിലാപയാത്ര. ശ്രീരാജ് കൂടിയുടെ നമുക്കിപ്പം ശ്രീരാജെ പറയാം. സേതു സൂചിപ്പിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ എന്ന മനുഷ്യന്, അവരുടെ VS അച്യുതാനന്ദന്റെ മനുഷ്യർ, VS അച്യുതാനന്ദൻ ഒരു കാലത്ത് VS അച്യുതാനന്ദന്റെ ഒപ്പം നിന്നും ടീച്ചർ ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായി VS അച്യുതാനന്ദന് വേണ്ടി
കണ്ണേ കേരളെ VSA എന്ന ആ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മുന്നിൽ കാണാം ആ വാഹനത്തിന് VS അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രയായി പോകുന്ന ആ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലെ ആളുകളുടെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ VSന് വേണ്ടിയിട്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആ വാഹനത്തിന് ചുറ്റും കൂടിയിരിക്കുകയാണ്. സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യനോടൊപ്പം ചേർന്ന് നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. എവിടെയൊക്കെ മനുഷ്യർക്ക് വേദനിച്ചോ, എവിടെയൊക്കെ മനുഷ്യർ അടിച്ചമർത്തപ്പെട്ടോ, എവിടെയൊക്കെ മനുഷ്യർ അരികുവൽക്കരിക്കപ്പെട്ടോ അവിടെയെല്ലാം VS അച്യുതാനന്ദൻ എന്ന ആ രാഷ്ട്രീയ നേതാവ് അവർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പാർട്ടിയോട് കലഹിച്ചും പാർട്ടിയോട് പിണങ്ങിയും ഇണങ്ങിയും ഒക്കെ ആ മനുഷ്യൻ ചേർന്ന് നിന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ മനുഷ്യരുടെ മുന്നിലൂടെയാണ് VS ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ആരൊക്കെയാണോ ഈ മനുഷ്യരെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അടിച്ചമർത്താനായിട്ട് എത്തിയത്, അവരെ അരികുവൽക്കരിച്ചുകൊണ്ട് മാറ്റി നിർത്തിയത്, അവർക്ക് മുന്നിലേക്കെല്ലാം VSന്റെ വാക്കുകൾ ചാട്ടുളി പോലെ നിന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. VS സജീവമായി നിന്ന കാലഘട്ടത്തിലെല്ലാം VSന്റെ നക്കിന്റെ ബലം, VSന്റെ വാക്കുകളുടെ മൂർച്ച ആ സൂക്ഷിതരെല്ലാം തന്നെ അല്ലെങ്കിൽ ശരി ശ്രീരാജ്, ഇനി അടുത്ത പോയിന്റ് ഓച്ചിറയാണ്. ഓച്ചിറയിലേക്കാണ് ഇനി ഈ വിലാപയാത്ര എത്തുക. സമരം എന്നത് അത് പാർട്ടിക്കുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ മാത്രമേ അതിന് മൂല്യമുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഭരണാധികാരി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവ് VS. അത് വെറും വാക്കായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പുലർത്തിയ ഒന്നുകൂടിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയാണ് സമരം, എങ്കിൽ മാത്രമേ അതിന് മൂല്യമുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ 102 വയസ്സായ ഒരു മനുഷ്യന് ഇങ്ങനെ അലച്ചുകൊണ്ട്, ഇങ്ങനെ നെഞ്ച് പൊട്ടുന്ന വേദനയോടുകൂടി കണ്ണേ കരളെ VSA എന്ന് വിളിച്ചുകൊണ്ട് നേരം മറന്ന് കാലം മറന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നതും ഇങ്ങനെ ഒരു യാത്രയയപ്പ് നൽകുന്നതും